സർ, ഇസ്രായേലിനെതിരെ പലസ്തീന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നത് ഹമാസുകാരായിരുന്നു. ഈ ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ട് ഒളിച്ചിരിക്കുന്നത് ആശുപത്രികളിൽ അല്ലെങ്കിൽ നഗരമധ്യത്തിലുള്ള മാർക്കറ്റുകളിലും മറ്റുമാണ്. അപ്പോൾ ഇസ്രായേലിന് അങ്ങോട്ട് കൃത്യമായിട്ട് ബോംബിംഗ് നടത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ഹമാസ് പൂർണ്ണമായിട്ടും തീർന്നു എന്നാണ് നമ്മൾ കരുതിയത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഒരു ആശുപത്രിയിൽ ഡോക്ടർമാരായും നേഴ്സുമാരുമായും ഒക്കെ വേഷം മാറി 250ഓളം ഭീകരർ ഒളിച്ചിരിക്കുന്നു ഹമാസുകാർ. എങ്ങനെ നമ്മളിതിനൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റും? അത് ഇസ്രായേൽ തിരിച്ച് ഗാസയിൽ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ആക്രമിച്ച ഒരു സ്ഥാപനം അൽഷിഫ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലായിരുന്നു. വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ അവിടെ ഈ റോക്കറ്റ് വിടാനും മറ്റു സാധനങ്ങളൊക്കെ അതിൻ്റെ ബേസിലുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് ആക്രമിച്ചപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നെ പത്രപ്രവർത്തകരെ കാണിച്ചു കൊടുത്ത് അവിടെ ഇരിക്കുന്ന സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ബോധ്യമായി ഇത് ഉപയോഗിച്ചിരുന്നത് റോക്കറ്റ് ലോഞ്ചിങ്ങിനാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൻ്റെ പ്രശ്നം വന്നിരിക്കുകയാണ്. അത് നോർത്തേൺ ഗാസയിലുള്ള ജബാലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കമൽ അദ്വാൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെ വിവരങ്ങൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട്സിൻ്റെ ബേസിൽ പല പ്രാവശ്യം ഈ IDF ഇസ്രായേലി ഡിഫൻസ് സർവീസ് അല്ലെങ്കിൽ ഫോഴ്സ് അവർ പല പ്രാവശ്യം വാർണിംഗ് കൊടുത്തു. പ്രത്യേകിച്ച് അവിടെ ഗാസ ഹെൽത്ത് മിനിസ്ട്രിക്ക് നിങ്ങളുടെ ഇവിടെയുള്ള ഈ ഹോസ്പിറ്റലിൽ ടെററിസ്റ്റാണ്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അത് പല പ്രാവശ്യം വാർണിംഗ് എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ചലനമൊന്നുമില്ല ഏത് ഗാസയുടെ ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്ന്. അപ്പോൾ മൾട്ടിപ്പിൾ വാർണിങ്സ് വെറുതെയായി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കറിയാം, ഈ IDFനറിയാം ഇത് ടെററിസ്റ്റാണ് അവിടെ കൂടിയിരിക്കുന്നത് അധികമൊന്നും. അങ്ങനെ അവർ ഒരു തീരുമാനം എടുത്തിന് ഗാസ ഹെൽത്ത് മിനിസ്ട്രീനൊന്നും അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കുഴഞ്ഞാൽ കിടക്കണത്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആ ഗാസ ഹെൽത്ത് മിനിസ്ട്രിയിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോംഡ് ദി ഹോസ്പിറ്റൽ, ഇത് ഒരു മിന്നലാക്രമണം നടത്തി അവിടെ. അപ്പോൾ അവിടെ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ അവർ അത് ചെയ്തത് കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട്സൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അതേ കണ്ടക്റ്റഡ് ടാർഗറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ. അപ്പോൾ എവിടെയെങ്കിലും പട്ടാള ആക്രമണം നടത്തുന്ന പോലെ തന്നെ പട്ടാള ആക്രമണമാണ്, പക്ഷേ ടാർഗറ്റഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടവരൊക്കെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വെടിവെക്കല്ല, കൃത്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ് കംപ്ലീറ്റ് കളക്ട് ചെയ്ത് ഗാദർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ അറ്റാക്ക് നടത്തിയത്. അപ്പോൾ അങ്ങനെ അറ്റാക്ക് നടത്തി കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പലതരം സാധനങ്ങളൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങി. തോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. തോക്ക് ഇപ്പോൾ അവിടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പറഞ്ഞോണം ഉണ്ടാകും തോക്ക്. അത് സാധാരണ സാഹചര്യത്തിലും കൊണ്ടു നടക്കും, വീടുകളിലും തോക്കുണ്ട്. പിന്നെ അതുകൂടാതെ RPG റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് അവിടെ നിന്ന് അടിക്കാൻ തുടങ്ങി. പിന്നെ ആൻറ്റി ടാങ്ക് മിസൈൽസ് ഉണ്ടായിരുന്നു അവിടെ. അതുകൂടാതെ ബൂബി ട്രാപ്സ്, എക്സ്പ്ലോസീവ്സ്, അങ്ങനെ പലതും. പിന്നെ ഈ ആക്രമണത്തിൻ്റെ ഇടയ്ക്ക് പല എക്സ്പ്ലോഷൻസ് അവിടെ നടന്നു. അപ്പോൾ ആക്രമണം നടക്കുന്നതിന് ഇടയിൽ തന്നെ ഈ ഗൺമെന്നായിട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. 10-14 പേര് ഓൺ ദി സ്പോട്ട് അവർ കൊന്നുകളഞ്ഞു. പിന്നെ കുറേ പേരൊക്കെ പല വേഷങ്ങളിൽ കിടക്കാനായിട്ട് ശ്രമിച്ചു. പേഷ്യൻ്റായിട്ടോ പെണ്ണുങ്ങളായിട്ടോ അങ്ങനെയൊക്കെ രക്ഷപ്പെടാനായിട്ടൊക്കെ പ്രച്ഛന്ന വേഷമൊക്കെ ആയിട്ട് കിടക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ഇസ്രായേൽ ഒരു കാര്യം അതിനിടയ്ക്ക് ചെയ്തായിരുന്നു. ആദ്യമേ തന്നെ ചെയ്തത് അവർ അകത്ത് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ഈ രോഗികളെയും അങ്ങനെ നേഴ്സുമാരെയും ജോലിക്കാരെയൊക്കെ കൂടി പിടിച്ച് ഒരു മുറിയിലിട്ട് അങ്ങ് പൂട്ടി. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങോട്ട് ആക്രമണം ഉണ്ടാകുകയില്ല, അവർ വേറെ അവരുടെ പേരും പറഞ്ഞ് മറ്റുള്ളവർക്ക് പോകാനും പറ്റില്ല. അപ്പോൾ പേഷ്യൻസും സ്റ്റാഫും പെട്ടെന്ന് തന്നെ അവർ ഒരു മുറിയിലിട്ട് പൂട്ടി. അപ്പോൾ ബാക്കിയുള്ള ഒരു രോഗിയായിട്ട് കുപ്പായമൊക്കെ അണിഞ്ഞു വന്നിട്ട് അത് ഫലിച്ചില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. പിന്നെ അവിടെ നിന്ന് 240 പീപ്പിൾ വർ അറസ്റ്റഡ്. അവർ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അവിടെയുള്ള ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഡയറക്ടറുണ്ട്, ഡോക്ടർ ഹുസം അലി സഫിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെ പറ്റി വളരെയധികം ഈ പ്രതിഷേധ പ്രകടനങ്ങളും കാര്യം ഒക്കെ നടന്നു. അദ്ദേഹം നല്ല ഡോക്ടറായിരുന്നു. ഈ പറയുന്ന ഡോക്ടർ ഹുസാം അലി സഫിയ എന്ന് പറയുന്ന ഡോക്ടർ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ആ ഗുണങ്ങളൊന്നും നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്തായാലും വെപ്പൺസ് ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഈ RPG ഒക്കെ അവിടെ നിന്ന് എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. ഇവർ വേറെ നേരത്തെ അറിയിച്ചിട്ടൊന്നും ചെല്ലുന്നതല്ല, പെട്ടെന്ന് മിന്നലാക്രമണമാണ്. ആ സമയത്ത് തന്നെ RPG ഒക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ ദെയർ വേർ മെനി തിങ്സ് ഇൻ സ്റ്റോർ ഓൾറെഡി, അല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടെററിസ്റ്റ് ഉണ്ടായിരുന്നു, ആയുധങ്ങളുണ്ടായിരുന്നു, എക്സ്പ്ലോസീവ്സ് ഉണ്ടായിരുന്നു, ബൂബി ട്രാപ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ക്ലിയറാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു ടെററിസ്റ്റ് സെൻ്ററായിട്ട് തന്നെ പ്രാക്ടിക്കലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രോഗികൾക്ക് ചികിത്സയും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും, അത്രേ ഉള്ളൂ. ഹോസ്പിറ്റൽ എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം
ഇങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റു പലരും ഇതിനെ എതിർത്തിട്ടുണ്ട്. ഒരു എതിർപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ഇവരെ പിടികൂടിയവരൊക്കെ ദേവർ സ്ട്രിപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് പരേഡഡ്. അപ്പോൾ ഇവരെ വിവസ്ത്രരാക്കിയിട്ട് പരേഡ് ചെയ്ത് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. വിവസ്ത്രമാക്കിയൊന്നും അതൊന്നും ഈ ഇതിനകത്തൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ പറ്റും. കാരണം യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ടത് ഇങ്ങനെയാണെന്നും ഭീകരന്മാരാണെന്നും പുറം ലോകം അറിയും. ഈ പുറം ലോകം അറിഞ്ഞാൽ ഇത്രയും നാൾ ആശുപത്രിയെ മറയാക്കി ഒരു ഷീൽഡ് പോലെ വെച്ചിട്ട് ഇവർ അവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നതല്ലേ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കരുതിയ ഹമാസ് എന്ന് പറയുന്ന സംഘം പൂർണ്ണമായിട്ടും പോയിന്നാ. അപ്പോൾ എത്രയോ കാലമായി ആശുപത്രികളെ മറയാക്കി കണ്ട് പ്രവർത്തിച്ചൊരു സംഘം ഇപ്പോഴും അതേ ആശുപത്രിയിൽ നിൽക്കുന്നു. എന്നിട്ട് കൃത്യമായ ഡോക്ടേഴ്സിനെയും ആ സ്റ്റാഫിനെയും രോഗികളെയും കൃത്യമായി ഈ സൈന്യം മാറ്റുന്നു. യഥാർത്ഥത്തിൽ തീവ്രവാദികൾ ആരാണോ അവരെ മാത്രം പിടിക്കുന്നു. അപ്പം ലോകത്തിന്റെ മുമ്പിൽ അതൊന്നും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഒരു പുതിയ നാരേറ്റീവ് ഉണ്ടാക്കും. അതെ, പുതിയ നാരേറ്റീവ് ഉണ്ടാക്കലാണ്. പിന്നെ വേറൊന്നും കൂടിയുണ്ട് ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ചിലരൊക്കെ നമുക്കിവിടെ ചിലരെ കാണാമല്ലോ, ബനീനൊന്നും ഇടാതെ മുണ്ട് മാത്രം കൊടുത്തിട്ട് നടക്കില്ല, അരക്ക് മേപ്പോട്ട് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, ഈ ഒരു ബനിയനെങ്കിലും ഇടണം, ബാക്കി കാര്യങ്ങളും പുറത്ത് പുരുഷന്മാരെ ഇങ്ങനെ ബനിയനെങ്കിലും ഇടാതെ അവരങ്ങനെ ഇറങ്ങില്ലല്ലേ, അവര് ചിലപ്പോൾ അതായിരിക്കും ഈ നഗ്നത. അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാരണം അതിന്റെ ഫോട്ടോ ചിലത് കൊടുത്തിട്ടുണ്ട്. ഈ ക്രിറ്റിസിസം പറയുന്നവർ തന്നെ ഇവരെ കൊണ്ടുപോകണ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പം അടിവസ്ത്രം ഉണ്ടായിരുന്നു, ബാക്കി വലിയ ഫോർമാലിറ്റീസും ഒന്നും ഉണ്ടായി കാണില്ല. അപ്പം അവർ കാണുന്ന നഗ്നത ആ രീതിയിലുള്ളതായിരിക്കാം. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളോ ആയിരിക്കും അങ്ങനെയുള്ള വാർത്ത ആദ്യം പുറത്തു വരുന്നത്. അതെ, പിന്നെ അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്ത് അൽ ജസീറ ഓഫ് കോഴ്സ് അതെ അറിയാം. പിന്നെ സൗദി, ജോർദൻ, UAE ഒക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അവർ സ്ഥിരം ചെയ്യാറുള്ളതാണ്. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കുറേയധികം ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ദിസ് ഹൊറർ മസ്റ്റ് സ്റ്റോപ്പ് എന്നാണ്, ഹൊറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബാലിയ, ബെയ്ത്ത് ഹനൂൻ, ബെയ്ത്ത് ലഹിയ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയൊന്നും മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല. അതിനിടയ്ക്ക് ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊരു സ്ഥലം ബെയ്ത്ത് ഹനൂൻ എന്ന് പറയുന്ന സ്ഥലത്തോട് ആൾക്കാരോട് ഇസ്രായേലി പട്ടാളം പറഞ്ഞിട്ടുണ്ട്, അവിടെ സ്ഥലം വിട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളവിടെ ആക്രമണം നടത്താൻ പോകണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ ബെയ്ത്ത് ഹനൂൻ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇവർക്കെതിരെ പട്ടാളത്തിനെതിരെ റോക്കറ്റ് വിക്ഷേപണം അവിടെ നിന്ന് നടന്നു. അപ്പോൾ ഈ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡൊക്കെ ഇഷ്ടംപോലെ കോമൺ ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ടണലും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെയാണ് ഇവർ കൂടുതൽ ഹമാസ് പൈസ ചെലവഴിച്ചത്. ആയുധശേഖരമൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പഴയ അല്ലേ ടണലൊക്കെ നിർമ്മിച്ചതൊക്കെ സേഫായിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഒരുവിധം ഹമാസുകാരൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ ഈ ഹമാസ് തീർത്തു പോയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ചിലർ മാവ് കച്ചവടമാക്കാൻ വരും, മാങ്ങ പറിക്കാനായിട്ട്. മാങ്ങ അവർ വന്ന് പറിക്കുമ്പോൾ നല്ലപോലെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നാലും ചിലപ്പോൾ ഒരേ മാങ്ങയൊക്കെ അവിടെ എവിടെയും കിടക്കും. എന്നാലും മാങ്ങ പറിച്ചോ എന്ന് പറഞ്ഞാൽ പറിച്ചു എന്ന് പറയും. അതുപോലെ ഇവരൊക്കെ ഒരുവിധം ഇളക്കി വിട്ടോന്ന് വെച്ചാൽ ഒരുവിധമൊക്കെ ഹമാസിന് ഇപ്പോൾ പ്രത്യേകിച്ച് അവരുടെ ആക്ടിവിറ്റി ഒന്നും ഇല്ല. അവർ ടണലിനകത്ത് കുറച്ച് പേര് ബാക്കി ഉണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടാവും, ആ ഹോസ്റ്റേജസിനെയും പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ ആകെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റേജസ് ആണ്, അത് വെച്ച് വിലവേശലാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് ഇപ്പോൾ ആൾക്കാരോട് മാറിപ്പോകാൻ പറഞ്ഞിരിക്കുന്നത് ബൈത്ത് ഹനൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളതാണ്. അവിടെ നിന്ന് പട്ടാളത്തിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഞങ്ങൾ തിരിച്ചാക്രമിക്കാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവിടെ വനിതകൾ, കുട്ടികൾ കൊല്ലപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു സങ്കടകരമായ സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ അൽ ജസീറയുടെയും WHO ഒക്കെ റിപ്പോർട്ട്സ് അതും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെർഷനുണ്ട്. നമ്മളിപ്പോൾ പലരും പറയുന്നതിൽ ചിലതിൽ സത്യം ഉണ്ടാവും, ചിലതിൽ അസത്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ പാലസ്തീനിയൻസും മനുഷ്യരാണ്, അവരോട് നമ്മൾ സിമ്പതി പ്രകടിപ്പിക്കുക. പക്ഷേ ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ പാലസ്തീൻകാരോട് നമുക്ക് സിമ്പതി ഉണ്ടെങ്കിലും പാലസ്തീന് വേണ്ടി ഈ യുദ്ധം ചെയ്ത മുഴുവൻ ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകളാണ്. അപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ എത്ര നശിപ്പിച്ചാലും പിന്നെയും അവശേഷിക്കുന്നു, അവർ പിന്നെയും അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. എന്നിട്ട് ഈ ആശുപത്രികൾക്ക് മുമ്പിൽ ഒരു കള്ളത്തരം കാണിക്കും അല്ലേ? ഇതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കാൻ അൽ ജസീറ പോലെയുള്ള ചില ചാനലുകളോട് വരുന്നതുകൊണ്ടാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ശരിയല്ലെന്ന്. അവർക്കിപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ടി വരും, അതുകൊണ്ട് പ്രതികരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇസ്രായേലിന് നിലനിൽപ്പുണ്ടാവില്ല. അതെ അതെ. എന്തായാലും 250ഓളം ഭീകരന്മാർ ഒരു ആശുപത്രി ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഭീകരമായ അവസ്ഥ തന്നെയാണ്. പിന്നെ ഇത്രയും ആയുധങ്ങളും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തല്ലോ. പിന്നെ ഇത്രയും ആക്രമണങ്ങളും എക്സ്പ്ലോഷൻസും ബോബി ട്രാപ്സും
എല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇറ്റ് വാസ് എ ടെററിസ്റ്റ് സെൻറ്റർ ആയിരുന്നു, അതിൽ സംശയമൊന്നും. അതെ അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.